ഇന്ന് നമുക്ക് പാനിൽ ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നാരങ്ങ ചേർത്താലും മതി കേട്ടോ. അതും കൂടി ചേർത്ത് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന കാളാഞ്ചി എന്ന് പറഞ്ഞ ഫിഷാണ്. 1 കിലോളം ഉണ്ട്. പല സ്ഥലത്ത് പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഒരു 1/4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഫിഷ് കരിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ഭാഗം ഫ്രൈ ആകുമ്പോഴേക്കും നമ്മൾ വേറൊരു പാനിൽ ഒരു 10-20 ചുമന്നുള്ളി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചുവന്നുള്ളി ഇട്ടപ്പോൾ ഫ്രോസൺ ആയിരുന്നു, അതിൻ്റെ ബഹളമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ കുക്കിംഗ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചുവന്നുള്ളി ഒന്നാകുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇതൊന്ന് മറച്ചിട്ട് സൂക്ഷിച്ച് മറച്ചിരുന്ന മീൻ പൊടിഞ്ഞു പോകാതെ മറ്റേ വശം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ചുവന്നുള്ളിയിലോട്ട് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും വേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുത്ത് അതൊന്നായി കഴിയുമ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടൊന്ന് വഴറ്റി നമ്മൾ മുളക് പൊടി 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയ കൊടംപുളിയും കൂടി പിഴിഞ്ഞു കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി അതിലേക്ക് 2 മീഡിയം തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വാഴയിലോട്ട് ഈ മസാല എല്ലാം ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടി പയ്യെ വെച്ച് അതിന്റെ മുകളിലോട്ട് ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോസൺ വാഴയിലയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് അഴിഞ്ഞു പോവാതെ വാഴയില നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് ഒന്നായി കഴിയുമ്പോൾ മറ്റേ വശം കൂടി തിരിച്ചിട്ട് പയ്യെ ഇതൊന്ന് ചുട്ടുപോലെ എടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറുന്നേരം വെയിറ്റ് ചെയ്ത് ഇത് പയ്യെ ഒന്ന് തുറന്നു കഴിയുമ്പോൾ നല്ല വാസന വരും. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മീനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങളും പറയണം. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കുറച്ച് റെസിപ്പീസ് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് നോക്കണം. അപ്പം എന്നായാലും ബൈ.